ഹായ് ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ. ആരെയും ഭീതിപ്പെടുത്താനോ ഒന്നുമല്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് ഗ്യാസുകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഷോർട്ടേജ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചെയ്യാനാണ്. പലരും കിടന്ന് അർമാദിക്കുന്നു, അവർ നശിക്കണം, ഇവർ നശിക്കണം. യുദ്ധം ആർക്കെതിരാണെങ്കിൽ തന്നെയും അത് വേണ്ടാത്ത കാര്യങ്ങളാണ്. യുദ്ധം നടക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷേ അതിനകത്ത് മരണപ്പെടുന്നത് സാധാരണക്കാരാണ്, ഒന്നും അറിയാത്തവരാണ്. അപ്പം അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ യുദ്ധം നടക്കുന്നതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ട്? പല രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ നമുക്കാണ് ബുദ്ധിമുട്ട്. ഇന്നലെ ഞാൻ എറണാകുളത്തായിരുന്നു. ഇന്നലെ എറണാകുളത്ത് ഞാൻ പോയപ്പോൾ അവിടെ പല ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് തിരക്കുകയാണ്. ഗ്യാസ് ഇല്ല, ഗ്യാസ് കിട്ടാനില്ല, ഗ്യാസ് സിലിണ്ടറുകളില്ല, ഷോർട്ടേജാണ്. ഇനി ഒരാഴ്ച 2 ആഴ്ച കഴിയും എന്നൊക്കെ പറയുന്നു. കൃത്യമായിട്ട് അറിയില്ല. ഇനി ഫ്യൂവൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമെന്നൊക്കെ പലരും പറയുന്നു. അതിനെക്കുറിച്ചും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതൊക്കെ ഞാൻ ഇത് തുടങ്ങിയതിന് മുമ്പ്, ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഞാനൊരു കാര്യം വിചാരിച്ചിരുന്നു. വീട്ടിൽ കുറേ കപ്പ ഇടണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം കപ്പ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കപ്പ കുറച്ച്, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ കുഴിമന്തി കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കപ്പ തിന്നാലും ജീവിക്കും. കുറച്ച് ഉണക്കമീൻ മേടിച്ച് വെച്ചാലും നമുക്ക് ഉണക്കമീനും കപ്പയായാലും നമ്മൾ മുന്നോട്ട് പോകും, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. അതിനകത്തൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഉണക്കമീൻ തീരുമ്പോൾ വീട്ടിൽ കൊല്ലയുണ്ട്, നമ്മൾ അത് പറിച്ചിട്ട് ചമ്മന്തി അരച്ചായാലും നമ്മൾ കപ്പയും മുക്കി തിന്ന് പച്ചവെള്ളം കിണറ്റിൽ നിന്ന് കോരി കുടിച്ചാലും ജീവിക്കും. ഇന്നത്തെ പിള്ളേർക്ക് കുഴിമന്തിയൊക്കെ വേണമെന്ന് ഉള്ള നിർബന്ധം ഉണ്ടായിരിക്കും. ഹോട്ടലൊക്കെ അടച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമുക്ക് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല. കുറേ കാലം കൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേങ്കിൽ ഇതൊരു വലിയ വിഷയമാണ്. ഈ ഗ്യാസ് കിട്ടാതാവുമ്പോൾ ഇപ്പം ഹോട്ടലുകളിലൊക്കെ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് പിന്നീട് വീടുകളിലേക്കും കിട്ടാതെ ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് തീരണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി തീരുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കണം. ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ച് ഉപയോഗിക്കുക. നല്ലത് മാത്രം സംഭവിക്കട്ടെ. സൈനിങ് ഓഫ്, നൗഷാദ്.